കുട്ടികൾ ഒരുപാട് പ്രിഫർ ചെയ്യുന്നത് മെഡിക്കൽ കോഴ്സസ് പഠിക്കാനാണ്. അപ്പോൾ ആ ഒരു ഇത് മുതലെടുത്ത് തന്നെ ഒരുപാട് ചൂഷണം ഈ ഒരു മേഖലയിൽ ഒരു കോഴ്സ് പഠിച്ച് വന്ന നമ്മുടെ ഒരു സുഹൃത്ത് അവർക്ക് അത് കഴിഞ്ഞിട്ട് ദുബായ് വന്നപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് എക്സാം ഒന്ന് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. ചേട്ടാ ഈ കോളേജിന് അംഗീകാരമുണ്ടോ, ആ കോളേജിന് അംഗീകാരമുണ്ടോ, BSSൻ്റെ ഈ കോഴ്സ് ഈ കോളേജ് സെർച്ച് ചെയ്താൽ മതി. DPharm കോളേജസ്, റെക്കഗ്നൈസ്ഡ് DPharm കോളേജസ് ഇൻ കേരള എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് DMLTയുടെ ആ ലിസ്റ്റ് ഇങ്ങോട്ട് വരും. ഞാനൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല. പക്ഷേ എന്നാലും ഞാനിങ്ങനെ നമുക്കറിയുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിൻ്റെ കിട്ടി. AJ കോളേജ് ഓഫ് ഫാർമസി, കാരിത്താസ് കോട്ടയത്ത്, ലിസി ഹോസ്പിറ്റൽ. നമസ്കാരം, ജനീഷാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ പാരാമെഡിക്കൽ കോഴ്സസിനെ പറ്റിയാണ്. അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ് ചേരാൻ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം മെഡിക്കൽ കോഴ്സിൻ്റെ സാധ്യതകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജോലികളും കൂടുന്ന സാഹചര്യത്തിൽ കുട്ടികൾ ഒരുപാട് പ്രിഫർ ചെയ്യുന്നത് മെഡിക്കൽ കോഴ്സസ് പഠിക്കാനാണ്. അപ്പോൾ ആ ഒരു ഇത് മുതലെടുത്ത് തന്നെ ഒരുപാട് ചൂഷണം ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. അതായത് അംഗീകാരമില്ലാത്ത കോളേജുകൾ വഴി പിള്ളേരെ അതറിയാതെ പോയി പഠിക്കുക. നമുക്കറിയാം, ഇപ്പോൾ ഞാൻ തന്നെ മുമ്പ് ചെയ്തൊരു വീഡിയോ, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് ഈ വീഡിയോനെ വേണമെങ്കിൽ കണക്കാക്കാം. അതായത് BSSൻ്റെ ഒരു കോഴ്സ് പഠിച്ച് വന്ന നമ്മുടെ ഒരു സുഹൃത്ത് അവർക്ക് അത് കഴിഞ്ഞിട്ട് ദുബായ് വന്നപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല, ഫാർമസി കൗൺസിലിൻ്റെ അംഗീകാരം അല്ലെങ്കിൽ DMLT ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അംഗീകാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടുത്തെ എക്സാമുകളൊന്നും എഴുതാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ജോലിക്ക് ഇവിടെ പോകാൻ സാധിക്കില്ല. അപ്പോൾ മുമ്പ് ആ ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികൾ കൂടുതലും ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞ കുട്ടികൾ നാട്ടിൽ തന്നെ നിൽക്കാനായിരുന്നു സാധ്യത. ഇന്ന് ഒരുപാട് പേര് ഭർത്താക്കന്മാർ ഗൾഫിലായതുകൊണ്ട് ഗൾഫിലേക്ക്, ദുബായിലേക്കും അല്ലെങ്കിൽ സൗദിയിലേക്കും ഖത്തറിലേക്കൊക്കെ പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അവരത് പഠിച്ച് കഴിയുമ്പോൾ അവർക്കത് അറിയുന്നില്ല. അല്ലെങ്കിൽ അവർ പഠിച്ച ശേഷം നാട്ടിൽ ചിലപ്പോൾ ചെറിയ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം കല്യാണം കഴിഞ്ഞ് ഗൾഫിലേക്ക് വരുമ്പോഴാണ് അവർക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഈ കോഴ്സ് കൊണ്ട് ഒരു ഉപകാരം ഇവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് ആ വീഡിയോ വളരെ വിശദമായ ഒരു വീഡിയോ ആയിരുന്നു. BSS അല്ലെങ്കിൽ അത്തരം ട്രേഡ് കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ ആ കോഴ്സുകൾ അംഗീകാരമുള്ള കോഴ്സുകൾ തന്നെയാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള കോഴ്സുകൾ തന്നെയാണെങ്കിലും അതിനൊന്നും ഈ ഒരു നമ്മുടെ ഫാർമസി ലൈസൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫാർമസി കൗൺസിലിൻ്റെ ലൈസൻസോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കൗൺസിലിൻ്റെ ലൈസൻസോ ഒന്നും കിട്ടാനുള്ള അംഗീകാരം ആ കോഴ്സിനില്ല. കാരണം അത്ര തീവ്രമായിട്ടല്ല ആ സിലബസ് ഒന്നും പഠിപ്പിക്കുന്നത്. അത് ഒരു കുട്ടികൾക്ക് ഒരു ട്രേഡ് ഓറിയൻറ്റഡ് എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നതിനെ പറ്റി നമ്മളത് വിശദമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ ഒരുപാട് പേര് ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ വീഡിയോ മാർച്ചിലിട്ടതാണെങ്കിലും ഇപ്പോഴും ആ വീഡിയോയിൽ ഒരുപാട് പേര് ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം +2 കഴിഞ്ഞ് റിസൾട്ട് വന്ന ശേഷം കുട്ടികൾ ഡിഗ്രിക്ക് ചേരുന്നതും അല്ലെങ്കിൽ ഡിഗ്രിക്ക് ചേരാൻ പറ്റാതെ കുട്ടികൾ ഒരുപാട് പേര് ഡിപ്ലോമയ്ക്ക് പോകാമെന്ന് കരുതി അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സുകൾ എടുക്കാമെന്ന് കരുതി അവരപ്പോൾ ഏത് കോളേജിൽ ചേരണം, നാട്ടിലെ ഏത് കോളേജിൽ ചേരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡൗട്ട് ഇപ്പോഴും മെസ്സേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട്. ചേട്ടാ ഈ കോളേജിന് അംഗീകാരമുണ്ടോ, ആ കോളേജിന് അംഗീകാരമുണ്ടോ, BSSൻ്റെ ഈ കോഴ്സ് ഈ കോളേജിൽ പഠിച്ചാൽ പറ്റുമോ, അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാനിത് അവരോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി, സൈറ്റിൽ നോക്കിയാൽ മതി. എന്നാലും തുടർച്ചയായിട്ട് നമുക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കിപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ഓൺലൈനിൽ നമുക്ക് തന്നെ ഒരു 10 മിനിറ്റ് മെനക്കെട്ട് ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏകദേശം കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള കോളേജുകളാണെങ്കിലും കേരളത്തിന് പുറത്തുള്ള അംഗീകാരമുള്ള കോളേജുകളാണെങ്കിൽ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി വരും, അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ആ യൂണിവേഴ്സിറ്റി വഴി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ നമ്മുടെ നാട്ടിലെ ഇതുപോലെ ഈ എന്താ പറയുക നമ്മളെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ പറ്റും, ഇത് പഠിച്ചാൽ ഗൾഫിൽ പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുട്ടികളെ പറ്റിക്കുന്ന ഒരുപാട് ഡിപ്ലോമ കോഴ്സസാണ് ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വില്ലന്മാർ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായി റിസർച്ച് ചെയ്യണം, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് വളരെ ഈസി ആയിട്ട് ഗൂഗിൾ എടുത്ത് നോക്കി നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അംഗീകാരമുള്ള കേരളത്തിലെ എല്ലാ ഡിപ്ലോമ കോളേജിൻ്റെ ഡീറ്റെയിൽസും അതിലുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം വേറെ വഴിയില്ലാതെ അല്ലെങ്കിൽ ഇത് അറിയാൻ എങ്ങനെയാണ് അറിയാതെ ഒരുപാട് പേര് ഇപ്പോഴും നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. നിങ്ങൾക്കും ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വിശദമായി നമുക്ക് കാണാം ഏതൊക്കെ കോളേജുകളാണ് അംഗീകാരമുള്ളത്, ഏതൊക്കെയാണ് കേരളത്തിലെ നിലവിൽ അംഗീകാരമുള്ള കോളേജുകൾ, ഫാർമസി കൗൺസിലിൻ്റെ അപ്രൂവലും അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിലിൻ്റെ അപ്രൂവലും എല്ലാം ഉള്ള പാരാമെഡിക്കൽ കോഴ്സസ് ഏതൊക്കെയാണെന്ന് വളരെ ഈസി ആയിട്ട് അറിയാം. നമുക്കിപ്പോൾ അതൊന്നും ഇവിടെ നോക്കാം. എന്ത് തന്നെയായാലും ഒരു വിശദമായിട്ട് ഈ വീഡിയോയിലൊന്നും നമുക്കത് ചർച്ച ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്കും അത് നോക്കാം. നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം. തന്നെ നോക്കുന്ന പാരാമെഡിക്കൽ കോഴ്സസിനെ പറ്റിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് പാരാമെഡിക്കൽ കോഴ്സസ്, ഏതൊക്കെ കോളേജസിലാണ് അതുള്ളത്, ഞാൻ എൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് വിശദമായിട്ട് കാണാനും സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. കോഴ്സസ് കണ്ടില്ലേ, പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡിഗ്രി അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി DMLT, അതാണ് മെയിനായിട്ട് എല്ലാവരും നോക്കുന്ന കോഴ്സ്. അതുപോലെ തന്നെയാണ് DRT, റേഡിയോളജിയുടെ കോഴ്സ്, ഒപ്താൽമിക് അസിസ്റ്റൻസ്, ഓപ്പറേഷൻ തിയേറ്റർ, കാർഡിയോ വാസ്കുലർ, ന്യൂറോ ടെക്നോളജി, ഡയാലിസിസ്, എൻഡോസ്കോപ്പി, റെസ്പിറേറ്ററി, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ദന്തലിൻ്റെ തന്നെ 2-3 തരം കോഴ്സ് ഉണ്ട്. റേഡിയോളജിയുടെ കോഴ്സസും 2-3 തരം ഉണ്ട്. അങ്ങനെ പിന്നെ പാരാമെഡിക്കൽ കോഴ്സസ് വരുമ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കോഴ്സ് ഉണ്ട്. അതും 2 കൊല്ലത്തെ ഡിപ്ലോമ കോഴ്സാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ ആവാനുള്ള കോഴ്സാണ് അത്. ഒരുപാട് കോഴ്സസ് നമ്മുടെ എന്താ പറയുക, ഈ അംഗീകാരമില്ലാത്ത കോഴ്സസ് ഒരുപാടുള്ള ഒരു കോഴ്സാണ് ഈ DMLTയുടെ കോഴ്സ്. ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ പെർഫ്യൂഷൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ചൈൽഡ് കെയർ, ഡിപ്ലോമ ഇൻ ഫാർമസി, അങ്ങനെ ഇത്രയും കോളേജുകൾ അല്ലെങ്കിൽ ഇത്രയും കോഴ്സസാണ് വിവിധ കോളേജുകളിൽ കേരളത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെ കോളേജുകളാണ് കേരളത്തിൽ അംഗീകാരമുള്ളതെന്ന് ഈ സൈറ്റ് വഴി തന്നെ നമുക്ക് കാണാം. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ആ സൈറ്റ് വഴി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ക്രൈറ്റീരിയ എന്താണ്, റിക്വയർമെൻറ്റ്സ്, സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, ഏതൊക്കെയാണ് ഗവൺമെൻറ് കോളേജ്, ഏതൊക്കെയാണ് സ്വാശ്രയ കോളേജുകൾ. ഇപ്പോൾ നമുക്ക് കാണാം മെഡിക്കൽ കോളേജ്, ഇതൊക്കെ ഗവൺമെൻറ് കോളേജാണ് ഈ കാണിക്കുന്നത്. മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, പബ്ലിക് ഹെൽത്ത് ലാബ് ട്രിവാൻഡ്രം. പിന്നെ അതിൽ എത്രയാണ് സീറ്റുകൾ, മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, തിരുവനന്തപുരം വീണ്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൽ കാണാം DMLT എത്ര സീറ്റുണ്ട്, DRT എത്ര സീറ്റുണ്ട്, അങ്ങനെ ഓരോന്നും കാറ്റഗറൈസ് ചെയ്ത് നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് പ്രൈവറ്റ് കോളേജിൻ്റെ ലിസ്റ്റാണ്. പ്രൈവറ്റ് കോളേജസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് പരിയാരം, കണ്ണൂരുള്ള കോളേജ്, AJ കോളേജ്, അൽഷിഫ കോളേജ്, കമ്മ്യൂണിറ്റി ഐ ഹോസ്പിറ്റൽ കോഴിക്കോടുള്ളത്, നമ്മുടെ സോമർവെൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം, കിംസ്, ലൂർദ് ഹോസ്പിറ്റൽ, മെഡിക്കൽ ട്രസ്റ്റ്, ഇവിടെയൊക്കെ പാരാമെഡിക്കൽ കോഴ്സസ് ഉള്ള കോളേജുകളാണ്, അംഗീകാരമുള്ള കോളേജുകളാണ് ഈ കാണുന്നത്. തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ട് ഉണ്ട്, ശബരിഗിരി ഉണ്ട്, അതുപോലെ തന്നെ അഞ്ചലിലെ ശബരിഗിരിയാണ് അഞ്ചലിലുള്ളത്. SN ട്രസ്റ്റ് ഉണ്ട് കൊല്ലത്ത്, വിജയ ഹോസ്പിറ്റൽ ഉണ്ട് കൊല്ലത്ത്, അഹല്യ ഹോസ്പിറ്റൽ ഉണ്ട് പാലക്കാട്. അപ്പോൾ അത്രയും കോഴ്സസും കോളേജുകളാണ് പാരാമെഡിക്കലുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി നമുക്ക് ഫാർമസി അല്ലെങ്കിൽ ഫാർമസി കൗൺസിലിൻ്റെ അംഗീകാരമുള്ളത് അല്ലെങ്കിൽ DPharm കോളേജസ് പഠിക്കാൻ കേരളത്തിൽ അംഗീകാരമുള്ള നിലവിലുള്ള കോളേജസ് ഏതൊക്കെയാണ് എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി DPharm കോളേജസ്, റെക്കഗ്നൈസ്ഡ് DPharm കോളേജസ് ഇൻ കേരള എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് DMLTയുടെ ആ ലിസ്റ്റ് ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുപോലും ചെയ്യാതെ നമ്മൾ പോയി ഏതെങ്കിലും നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും പരസ്യം കണ്ട് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു കോളേജിലോ പോയി അവരുടെ വാക്ക് കേട്ട് പ്രലോഭനപ്പെട്ട് നിങ്ങൾക്കത് മതി എന്നുണ്ടെങ്കിൽ BSSൻ്റെ കോഴ്സ് മതി, എനിക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ, ഞാൻ നാട്ടിൽ നിൽക്കാനുള്ള ആളാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ വിരോധമില്ല. പക്ഷേ നിങ്ങൾ വലിയ സ്വപ്നങ്ങളുമായിട്ട് ഭാവിയിൽ നിങ്ങൾക്ക് വേറെ അങ്ങോട്ടെങ്കിലും പോകണം എന്നൊക്കെയുള്ള ആളാണെങ്കിൽ നിങ്ങളത് ചെയ്യുന്നത് നിങ്ങൾക്കത് പിന്നീട് അതൊരു വലിയ വേദനയായിട്ട് മാറും. അങ്ങനെ ആളുകളെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലാതെ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാനൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല. പക്ഷേ എന്നാലും ഞാനിങ്ങനെ നമുക്കറിയുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം DPharm കോളേജ്, ഇപ്പോൾ ഞാൻ പഠിച്ചത് കൊല്ലം ഫാത്തിമ കോളേജിലാണ് DPharm പഠിച്ചത് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ കൊല്ലം ഫാത്തിമ കോളേജ് ഉണ്ട്. അതുപോലെ മെഡിക്കൽ കോളേജുകളാണെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം, കോഴിക്കോട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ കോളേജിലൊക്കെ DPharm ഉള്ള മെഡിക്കൽ കോളേജ് എല്ലാം അംഗീകാരമുള്ള കോളേജുകളാണ്. ജോൺ ഇനോക് കോളേജ് ഓഫ് ഫാർമസി ട്രിവാൻഡ്രം വളരെ പഴയ കോളേജാണ്. ആയിഷ മെഡിക്കൽ കോളേജ് കരുനാഗപ്പള്ളി, അത് ഞാൻ പഠിക്കുമ്പോൾ ഇല്ല, ഇപ്പോൾ വന്നുള്ള കോളേജായിരിക്കും, ഇപ്പോൾ എല്ലാം കുറച്ച് വർഷങ്ങളായി കാണാം. മാലി കോളേജ് ഓഫ് ഫാർമസി, ദീനാർ ചാരിറ്റബിൾ സൊസൈറ്റി കാസർഗോഡ്, JDT, AJ കോളേജ് ഓഫ് ഫാർമസി, കാരിത്താസ് കോട്ടയത്ത്, ലിസി ഹോസ്പിറ്റൽ ഉണ്ട് എറണാകുളത്ത്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പാരാമെഡിക്കൽ സയൻസ് ട്രിവാൻഡ്രം, നാഷണൽ കോളേജ് ഓഫ് ഫാർമസി, ശ്രീവിദ്യ, ക്രസൻറ്റ്, ജാമിയ സൽഫിയ, സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് ഫാർമസി, ശ്രീനാരായണ ഗുരു മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി, എഴുത്തച്ഛൻ കോളേജ് ഓഫ് ഫാർമസി, ഫാത്തിമ കോളേജ് ഓഫ് ഫാർമസി, അങ്ങനെ നിരവധിയായ കോളേജുകൾ DPharmനും ഇപ്പോഴും ഉണ്ട്. ഇത് കൂടാതെ എൻ്റെ അറിവിൽ ചില കോളേജുകൾ ഈ DPharmൻ്റെ എനിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഞാൻ പഠിച്ച കോളേജ് എറണാകുളത്തെ കെമിസ്ട്രി കോളേജാണ്, ഞാൻ BPharm പഠിച്ചത്. പക്ഷേ അവിടെ DPharm ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇനിയിപ്പോൾ നിലവിൽ അത് മാറിയിട്ടുണ്ടോയെന്ന് അറിയില്ല, കാരണം പുതിയ ലിസ്റ്റ് പ്രകാരം അത് കാണാനില്ല. അത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും പ്രത്യേകമായിട്ട്. അതുപോലെ സിലബസ് ഉണ്ട്, മാനേജ്മെൻറ്റ് കോട്ട എങ്ങനെയാണ്, അഡ്മിഷൻ എങ്ങനെയാണ്, എല്ലാം വളരെ വിശദമായിട്ട് തന്നെ
ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളിത് വേറൊരാളെ സഹായം ചോദിക്കേണ്ട പോലും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ നന്നായി നോക്കിയിട്ട് വേണം പാരാമെഡിക്കൽ കോഴ്സസിന് ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ചേരാൻ. നമ്മൾ വെറുതെ പോയി നമ്മുടെ പൈസയും കളഞ്ഞ് നമ്മുടെ 2 വർഷം വിലയേറിയ 2 വർഷം നമ്മൾ അവിടെ പോയി പഠിച്ച് സ്പെൻഡ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനൊരു ഉപകാരമില്ല എന്നുള്ളൊരു ഇത് വരുമ്പോൾ അത് നമുക്ക് എത്രത്തോളം വിഷമകരമാണെന്ന് നമുക്കറിയാം. ഇതിപ്പോൾ ആ കോളേജുകൾക്കെതിരെ ഇപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഒരുപാട് കോളേജ് നടത്തുന്നവരായിരിക്കാം വന്ന് ഒരുപാട് പേര് എന്നെ BSSൻ്റെ ഫുൾ ഫോം പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ BSSൻ്റെ ഫുൾ ഫോം അറിയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റേ എന്താ പറയുക ഇതിനെപ്പറ്റി ഇതിനെ മോശമാക്കി ചിത്രീകരിക്കാനല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം BSS പഠിച്ചാലുണ്ടാവുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും അവർ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാരണം അതല്ലാതെ ആ ഒരു കുട്ടിയുടെ പ്രതീക്ഷകൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ വെറുതെ ചിലപ്പോൾ ഒരു നാട്ടിലൊരു ഫാർമസി വെറുതെ നിൽക്കാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികളുണ്ടാവാം. അങ്ങനത്തെ ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ നമ്മൾ വേറെ പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ വേറെ കുറച്ചും കൂടി ആംബിഷ്യസ് ആയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് നമ്മൾ ചെയ്യുന്നൊരു വലിയ തെറ്റായിരിക്കും അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വിടുന്നത്. അതുകൊണ്ട് നിങ്ങൾ നന്നായി നോക്കി വിശദമായി നോക്കി വേണം കോഴ്സുകൾ ചേരാൻ വേണ്ടി. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ജനറൽ നേഴ്സിങ്ങിൻ്റെ കാര്യമായാലും ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ നേഴ്സിങ്ങിൻ്റെ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ ആ നേഴ്സിങ്ങിന് ചേരാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അത് നോക്കിയിട്ട് ചേരുക. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും പോയി നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അംഗീകാരത്തോടെ ഇപ്പോൾ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. പിന്നെ നേഴ്സിംഗ് ആയതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറ്റം വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇസ്രായേലിൽ പോകുന്ന ആൾക്കാരുണ്ട്, നേഴ്സിംഗ് ഒന്നും പഠിച്ചിട്ടല്ല കെയർ ഗിവറായിട്ടൊക്കെ പോകുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ അല്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നേഴ്സസ് തന്നെ ഇഷ്ടം പോലെ ആവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം വരണമെന്നില്ല. എന്നാലും നമുക്കൊരു സാധ്യതയുണ്ട് നേഴ്സസിന് അല്ലെങ്കിൽ ഈ BPT നമ്മുടെ ഫിസിയോതെറാപ്പി അങ്ങനത്തെ കൂടുതൽ ജോലി ഇനിയും വരാൻ സാധ്യതയുള്ള മേഖലകളാണ് അതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കോഴ്സസ് ചേരുമ്പോൾ തിരഞ്ഞെടുത്ത് ചേരാൻ. വെറുതെ പോയി നമ്മൾ എന്തെങ്കിലും നമ്മുടെ പൈസയും നമ്മുടെ സമയവും കളയരുത് എന്ന് മാത്രം പറയുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരും. അതിൽ നമുക്കൊരു മടിയില്ല അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. എല്ലാവർക്കും നമസ്കാരം.